കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ടുള്ള സംയുക്ത ചർച്ച ഇന്ന് നടക്കുന്നത്. രാവിലെ 11 മണിക്ക് എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് ചർച്ച. ഈ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് ലേബർ കമ്മീഷണർ കമ്പനി ഓഫീസ് സന്ദർശിക്കും. ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം ഈ മാസം 10-ന് തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയും കമ്പനി അധികൃതരുമായി ചർച്ച നടത്തും. സഹിൻ ആന്റണി വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഗുഡ് മോർണിംഗ്. നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ പ്രശ്നമാണ്, അവർ നേരിടുന്ന പ്രശ്നമാണ് മുന്നറിയിപ്പൊന്നുമില്ലാതെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ ഇന്ന് ചർച്ചയുണ്ട്, പക്ഷേ ഈ ചർച്ചയിൽ കമ്പനി അധികൃതർ എത്തുമോ? എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്പനി അധികൃതരെ ഈ ചർച്ചയിൽ എത്തുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെയും ഉറപ്പില്ല. കഴിഞ്ഞ ദിവസം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കമ്പനി ഈ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും കമ്പനി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 800ഓളം ജീവനക്കാരെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ടത്. വെള്ളിയാഴ്ച ജോലിക്കെത്തിയ ജീവനക്കാരോട് ഒരു സുപ്രഭാതത്തിൽ കമ്പനി പറയുകയായിരുന്നു, ഇന്നു മുതൽ നിങ്ങൾക്ക് ജോലിയില്ല എന്നുള്ളത്. മാത്രമല്ല, അന്ന് വൈകുന്നേരം മുതൽ തന്നെ 3 മാസത്തെ ശമ്പളം, മുൻകൂർ ശമ്പളം അവർ നൽകി. അവരുടെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. എന്തായാലും 800ഓളം ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടമായതിൽ സംസ്ഥാനത്താകമാനം വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് സ്ഥലം തൃക്കാക്കര MLA ഉമാ തോമസിൻ്റെയും ഒപ്പം തന്നെ കമ്പനി ജീവനക്കാരുടെയും കൂടാതെ തൊഴിൽ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെയും എല്ലാം നേതൃത്വത്തിൽ ഒരു യോഗം നടക്കുന്നത്. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും ഒപ്പം തന്നെ അവർ ഏത് സാഹചര്യത്തിലാണ് കമ്പനി ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയതെന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഇന്ന് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്നാൽ കമ്പനി അധികൃതർ ഈ യോഗത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ യോഗം ചേരുമ്പോൾ കമ്പനി അധികൃതരോട് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആ യോഗത്തിൽ അവരുണ്ടാകുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെയും ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം കമ്പനി അധികൃതർ അവരുടെ ബാധ്യതയിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊഴിലാളികളുടെ 3 മാസത്തെ ശമ്പളം മുൻകൂറായി കമ്പനി നൽകിയിട്ടുണ്ട്. കൂടാതെ പല തൊഴിലാളികൾക്കും ഈ ശമ്പളം തന്നെ പകുതി ശമ്പളമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളൊരു ആക്ഷേപവും നിലനിൽക്കുന്നു. അത് കമ്പനി അധികൃതർക്ക് ഇത്തരം ചർച്ചകളിൽ നിന്നും മാറുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ ഏതെല്ലാം നിലയിൽ അവരുടെ ബാധ്യത ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ഈ ജീവനക്കാരെ പിരിച്ചുവിടാൻ പറ്റുമോ എന്നുള്ളതിലാണ് കമ്പനി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സേതു.